വിവാഹാഘോഷം കളറാക്കാൻ വ്യത്യസ്ത വഴികൾ തേടുന്നവരുടെ എല്ലാം മനസ്സിൽ ആ ദിവസം ജീവിതത്തിലെ ഏറ്റവും മികച്ചതായിരിക്കണമെന്ന ആഗ്രഹമാണുള്ളത്. ചിലർ വിവാഹദിനത്തിൽ ചിരിയും സന്തോഷ നിമിഷങ്ങളും നിറയ്ക്കാൻ പരമ്പരാഗതമായ ആചാരങ്ങളെ കൂട്ടുപിടിക്കാറുണ്ട്. എന്നാൽ കേട്ടാൽ ഭയം തോന്നുന്ന അപകടകരമായ ഒരു ആചാരം വിവാഹദിനത്തിൽ പിന്തുടരുന്നവരാണ് ദക്ഷിണ കൊറിയയിലെ ഒരു വിഭാഗം ജനങ്ങൾ. ഫുഡ് വിപ്പിംഗ് എന്നാണ് വിചിത്രമായ ആ ആചാരത്തിന്റെ പേര്. വിവാഹശേഷം വധുവും വരനും പുതിയ ഗൃഹത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പിന്നാലെ ചെല്ലുകയും വരന്റെ കാൽ ബന്ധിക്കുകയും ചെയ്യും. ശേഷം ചെരുപ്പ്, ഉണക്കമീൻ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് വരനെ വളഞ്ഞിട്ട് തല്ലും. ഇപ്പോൾ തമാശയായിട്ടാണ് ആളുകൾ ഈ ആചാരത്തെ പിന്തുടരുന്നതെങ്കിലും തുടക്കകാലത്ത് വളരെ ഗൗരവത്തോടെയാണ് അവർ ഈ ആചാരം അനുഷ്ഠിച്ചിരുന്നത്. ബോക് ജോറി അല്ലെങ്കിൽ ജിയോക് ചിയോൾ എന്നറിയപ്പെടുന്ന ആചാരം വിവാഹശേഷം വരന്റെ കാൽ കയറുകൊണ്ട് ബന്ധിച്ച ശേഷമാണ് തുടങ്ങുന്നത്. വിവാഹശേഷമുള്ള ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും സമചിത്തയോടെ നേരിടാൻ വരനെ പ്രാപ്തനാക്കാനാണ് ഈ ചടങ്ങെന്നും പറയപ്പെടുന്നു. വരന്റെ ശക്തിയും സഹിഷ്ണുതയും പരീക്ഷിക്കുന്ന ഈ ചടങ്ങിൽ വരൻ എത്രമാത്രം ഉച്ചത്തിൽ നിലവിളിക്കുമെന്ന് ശ്രദ്ധിക്കാനും ആളുകളുണ്ട്. കാരണം വരൻ ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ ആ ദമ്പതികൾക്ക് കൂടുതൽ കുട്ടികളുണ്ടാവുമെന്നും ഇവർ വിശ്വസിക്കുന്നു. വരനെ രക്ഷപ്പെടുത്തണമെങ്കിൽ വധു മോചനദ്രവ്യമായി പണമോ മറ്റുപഹാരങ്ങളോ നൽകണം. മോചനദ്രവ്യം ലഭിച്ച ശേഷമേ വരന് മേലുള്ള പ്രഹരം നിലയ്ക്കും. കാര്യം തമാശയും രസവുമൊക്കെ ആണെങ്കിലും സുഹൃത്തുക്കൾക്ക് ആവേശം കൂടുന്നതിനനുസരിച്ച് വരന് കൂടുതൽ പരിക്കേൽക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. എന്നാൽ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ദമ്പതികളെ പിടിച്ച് പൂട്ടിയിടുന്ന ആചാരമാണുള്ളത്. ലോക്ക്ഡ് ഇൻ എന്നാണ് അതിൻ്റെ പേര്. വരനെയും വധുവിനെയും 3 ദിവസം ഒരു മുറിയിൽ പൂട്ടിയിടും. ശുചിമുറിയിൽ പോകുന്നതിന് പോലും നിയന്ത്രണങ്ങളുണ്ട്. ദമ്പതികളുടെ ആത്മനിയന്ത്രണവും കരുത്തും പരീക്ഷിക്കുകയാണ് ഈ ആചാരത്തിന്റെ ലക്ഷ്യം. വിവാഹ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ദമ്പതികളെ പ്രതീകാത്മകമായി ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യവും ഈ ആചാരത്തിന് പിന്നിലുണ്ട്. സ്കോട്ട്ലാൻഡിൽ ബ്ലാക്കനിങ് എന്ന ചടങ്ങാണ് വിവാഹത്തിന് മുന്നോടിയായി നടത്തുന്നത്. വരനെയും വധുവിനെയും തെരുവുകളിലൂടെ നടത്തുകയും ആ സമയത്ത് അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് ചെളി, ചീമുട്ട, തൂവൽ തുടങ്ങിയ വസ്തുക്കൾ അവരുടെ മേലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. ദുഷ്ടാത്മാക്കളെ അകറ്റുക, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ധൈര്യത്തോടെയും തമാശ രൂപേണയും നേരിടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം. കല്യാണം തീരുമാനിച്ചാൽ വിവാഹത്തിന് മുൻപുള്ള 1 മാസത്തിൽ എല്ലാ ദിവസവും വധു കരയണം. ചൈനയിലെ ഒരു വിഭാഗം ആളുകളാണ് വിചിത്രമായ ഈ ആചാരം പിന്തുടരുന്നത്. സ്വന്തം കുടുംബത്തോടുള്ള പ്രതീകാത്മക വിടവാങ്ങലാണിത്. വിവാഹ ദിവസം അടുക്കും തോറും പ്രതിശ്രുത വധുവിനൊപ്പം അവളും അവളുടെ അമ്മയും മുത്തശ്ശിയും കരച്ചിലിൽ പങ്കുചേരും. പാരമ്പര്യത്തിന്റെയും വികാര പ്രകടനത്തിന്റെയും ആചാരമായിട്ടാണ് അവരതിനെ വ്യാഖ്യാനിക്കുന്നത്. വധു കരഞ്ഞില്ലെങ്കിൽ അയൽക്കാരുൾപ്പെടെ വിമർശിക്കും. ബഹുമാനക്കുറവും വികാരമില്ലായ്മയുമായാണ് അവരതിനെ കാണുന്നത്. ഇന്തോനേഷ്യയിലെ ചില സമൂഹങ്ങളിൽ വിവാഹത്തിന് മുൻപ് വരന്മാരുടെ മുകൾ നിരയിലെ പല്ലുകളുടെ രൂപവും ആകൃതിയും ഒക്കെ ചെറുതായി മാറ്റുകയും പല്ലുടയ്ക്കുകയും ഒക്കെ ചെയ്യും. ഇതിലൂടെ കാമം, കോപം, അത്യാഗ്രഹം, ആസക്തി, അഹങ്കാരം, അസൂയ എന്നീ 6 മനുഷ്യ തിന്മകൾ നീങ്ങിപ്പോകുമെന്നാണ് വിശ്വാസം. പല്ലുകളിൽ മാറ്റം വരുത്തുന്നതോടെ വ്യക്തി ആത്മീയമായി ശുദ്ധീകരിക്കപ്പെടുകയും സമാധാനപരവും സന്തുലിതവുമായ ദാമ്പത്യം നയിക്കാൻ ശേഷി നേടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വിവാഹത്തിന് മുമ്പ് വധുവും വരനും ഒരുമിച്ച് കാട്ടിൽ പോയി മരക്കൊമ്പ് മുറിക്കുന്ന ചടങ്ങുണ്ട് നെതർലാൻഡിൽ. ഈ ആചാരം ടീം വർക്കിനെയും സഹകരണത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ദാമ്പത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സംയുക്ത ശ്രമം ആവശ്യമാണെന്ന സന്ദേശമാണ് ഈ ആചാരം മുന്നോട്ട് വയ്ക്കുന്നത്. വിവാഹത്തിന് മുൻപായി വധുക്കളുടെ ഭാരം കൂട്ടുന്ന ചടങ്ങാണ് മൗറിറ്റാനിയയിലുള്ളത്. അതിനുവേണ്ടി ഉയർന്ന അളവിൽ കൊഴുപ്പുള്ള ഭക്ഷണം വധുക്കളെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കും. പൊണ്ണത്തടിയെ സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കാണുന്നതുകൊണ്ടാണ് അവർ അത്തരം ആചാരം പിന്തുടരുന്നത്. ഇതിന് പിന്നിലെ ആരോഗ്യപരമായ അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ ആചാരം അനുഷ്ഠിക്കുന്ന പതിവ് നന്നായി കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇത്തരം വ്യത്യസ്തമായ ആചാരങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബർ ചെയ്യുക.